ഗർഭിണിയാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഗർഭിണിയാണോ എന്ന് കൃത്യമായി അറിയണമെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ ചെയ്യണം. ചില ലക്ഷണങ്ങൾ കണ്ടിട്ടാകുമല്ലോ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തൊക്കെയാണ് ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ? ആർത്തവം മുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഗർഭിണിയാണോ എന്ന് സംശയിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം. ഗർഭധാരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിൽ ആദ്യത്തേതാണ് ആർത്തവം മുടങ്ങുന്നത്. ഗർഭധാരണ ശേഷിയുള്ള കാലയളവിൽ സ്ത്രീകളിൽ ആർത്തവം ക്രമമായി സംഭവിക്കാറുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച ദിവസത്തിന് ശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ കൂടുതലോ കഴിഞ്ഞിട്ടും ആർത്തവം ഉണ്ടാകുന്നില്ല എങ്കിൽ ഗർഭധാരണം നടന്നിരിക്കാം. അതേസമയം നിങ്ങളുടെ ആർത്തവം ക്രമരഹിതമാണെങ്കിൽ ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ ലക്ഷണം മാത്രം നോക്കി ഗർഭമുണ്ടെന്ന് തീരുമാനിക്കരുത്. മറ്റൊന്നാണ് മൃദുലവും വീർത്തതുമായ സ്തനങ്ങൾ. ഗർഭധാരണത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം നിങ്ങളുടെ സ്തനങ്ങളെ മൃദുലമാക്കും. മാത്രമല്ല സ്തനങ്ങളിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഹോർമോൺ വ്യതിയാനവുമായി ശരീരം പൊരുത്തപ്പെടുന്നതിനനുസരിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ അസ്വസ്ഥത കുറഞ്ഞു വരും. മറ്റൊന്നാണ് ഛർദിയോടുകൂടിയും അല്ലാതെയുള്ള മനം പുരട്ടൽ. ഗർഭധാരണത്തെ തുടർന്നുണ്ടാകുന്ന ഛർദി രാവിലെയും രാത്രിയും ഏത് സമയത്തും അനുഭവപ്പെടാം. ഗർഭം ധരിച്ച് 1 മാസം കഴിയുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്. ചിലർക്ക് വളരെ നേരത്തെ തന്നെ മനം പുരട്ടൽ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ചിലർക്ക് ഒരിക്കലും ഇത് ഉണ്ടാവാറുമില്ല. ഗർഭകാലത്തെ മനം പുരട്ടലിന്റെ കാരണം വ്യക്തമല്ല. എന്നാലും ഹോർമോൺ വ്യതിയാനങ്ങളായിരിക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ളത് മൂത്രശങ്ക കൂടുന്നത്. ഗർഭധാരണത്തെ തുടർന്ന് സ്ത്രീകളിൽ മൂത്രശങ്ക ഉയരാറുണ്ട്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നും. ഗർഭകാലത്ത് നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് ഉയരും. വൃക്കകൾ അധിക ദ്രവം ഉൽപ്പാദിപ്പിക്കുകയും അത് മൂത്രസഞ്ചിയിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ഉണ്ടാകുന്നത് ക്ഷീണമാണ്. ഗർഭാവസ്ഥയുടെ പ്രാരംഭ ലക്ഷണങ്ങളിൽ പ്രധാനമാണ് ക്ഷീണവും തളർച്ചയും. ഗർഭത്തിന്റെ ആരംഭത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് ഉയരും. ഇത് ഉറക്കം വരാൻ കാരണമാകും. ഇനി ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് വൈകാരികമായ മാറ്റങ്ങൾ. ഗർഭധാരണത്തിന്റെ തുടക്കത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം നിങ്ങളെ കൂടുതൽ വികാരാധീനനാക്കും. ഇതിൽ നിങ്ങളിൽ വിഷാദം ഉണ്ടാക്കിയേക്കാം. ഇക്കാലയളവിൽ വൈകാരികമായി ചാഞ്ചാട്ടം ഉണ്ടാവുക സാധാരണമാണ്. പിന്നെയുള്ളത് വയറ് വീർത്തിരിക്കുന്ന അവസ്ഥയാണ്. ഗർഭധാരണത്തിന്റെ പ്രാരംഭത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് വയറ് വീർത്തിരിക്കുന്നതായിട്ട് തോന്നാൻ കാരണം. ആർത്തവം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പോലെയായിരിക്കും ഇത്. പിന്നെ ഒന്ന് സ്പോട്ടിംഗ് ആണ്. ഗർഭധാരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചെറിയ അളവിലുള്ള സ്പോട്ടിംഗ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബീജസങ്കലനം നടന്ന അണ്ഡം ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ വന്നു ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗർഭധാരണത്തിന് ശേഷം ഏകദേശം 10 മുതൽ 14 ദിവസമാണ് ഇത് കാണപ്പെടുക. ആർത്തവ കാലയളവിലാണ് ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള രക്തസ്രാവം അനുഭവപ്പെടുന്നത്. എല്ലാ സ്ത്രീകളിലും ഇത് ഉണ്ടാകണമെന്നുമില്ല. മറ്റൊന്ന് പേശി വലിവാണ്. ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ പേശി വലിവും വയറുവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് മലബന്ധമാണ്. ഗർഭത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണിത്. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനം ദഹന പ്രവർത്തനങ്ങൾ സാവധാനത്തിലാക്കാൻ കാരണമാകും. ഇത് മലബന്ധത്തിന് വഴിതെളിയും. പിന്നെ മറ്റൊരു ലക്ഷണമാണ് ഭക്ഷണത്തോടുള്ള വെറുപ്പ്. ഗർഭത്തിന്റെ ഒരു ലക്ഷണമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോട് വെറുപ്പ് തോന്നുന്നതും ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുന്നതും. ഗർഭധാരണത്തെ തുടർന്ന് നിങ്ങൾക്ക് ചില ഗന്ധങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയും ഭക്ഷണത്തോടുള്ള താല്പര്യത്തിൽ മാറ്റം വരികയൊക്കെ ചെയ്യും. ഇക്കാലയളവിൽ ചില രുചികളോട് കൂടുതൽ ഇഷ്ടവും ചിലതിനോട് വെറുപ്പും തോന്നുക സ്വാഭാവികമാണ്. ഗർഭധാരണത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ പോലെ തന്നെ ഭക്ഷണത്തോടുള്ള ഈ വൈമുഖ്യത്തിന് കാരണമാകുന്നത് ഹോർമോൺ വ്യതിയാനം തന്നെയാണ്. പിന്നെ ചിലർക്കുണ്ടാകുന്നത് ശ്വാസതടസ്സമാണ്. ഹോർമോണിന്റെ അളവും രക്തത്തിലെ ഉൽപാദനവും ഉയരുന്നത് മൂക്കിലെ ശ്ലേഷ്മപാളി വീർക്കുന്നതിനും വളരെ എളുപ്പം രക്തം വരുന്നതിനും കാരണമാകും. മൂക്കടപ്പ്, മൂക്കൊലിപ്പ് എന്നിവ ഉണ്ടെങ്കിലും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. നിർഭാഗ്യവശാൽ ഇതിൽ പല ലക്ഷണങ്ങളും സൂചനകളും ഗർഭധാരണത്തിൻ്റെത് മാത്രമായുള്ളതല്ല. ചിലത് മറ്റു ചില അസുഖങ്ങളുടെ സൂചനയും ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആർത്തവം തുടങ്ങാറായതിന്റെ ലക്ഷണവും ആവാം. അതുപോലെ തന്നെ ഇതിൽ പല ലക്ഷണങ്ങളും അനുഭവപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ ഗർഭിണിയും ആയേക്കാം. ആർത്തവം മുടങ്ങുകയും മുകളിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കുക. പ്രത്യേകിച്ച് ആർത്തവ ചക്രം നിങ്ങൾ യഥാക്രമം പിന്തുടരുന്നില്ല എങ്കിലും ആർത്തവം ഓരോ മാസവും ക്രമരഹിതമാണെങ്കിലും ടെസ്റ്റ് നടത്തുക. പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഗർഭധാരണം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗർഭകാല പരിചരണം ആരംഭിക്കണം. ഗർഭത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ സംബന്ധിച്ച് സംശയം തോന്നുന്നുണ്ടെങ്കിൽ സ്വയം തീരുമാനത്തിലെത്താതെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കുന്നതാണ് നല്ലത്. ഗർഭകാല ലക്ഷണം എന്നതിനപ്പുറം നിങ്ങൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിന്റെ ശാസ്ത്രീയമായ തെളിവ് കൂടിയാണിത്. ആർത്തവം മുടങ്ങിയതിനു ശേഷം കുറഞ്ഞത് 1-2 ദിവസം കാത്തിരിക്കുന്നതിന് ശേഷമാണ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.